സുമി അതെങ്ങനെ ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞാൽ കേറി കിടന്ന നല്ല ഉറക്കമല്ലേ, ജോലിയൊന്നും ചെയ്യണ്ടല്ലേ. എന്നാ വേണം? നീ ആരാ എന്നോട് ചോദിക്കാൻ? എന്റെ വീട്ടിൽ നീ എന്നോട് ചോദിക്കുന്നു ഞാൻ ആരാന്ന്? ഇങ്ങോട്ട് പറഞ്ഞ എന്റെ വീട്ടിൽ കയറി ഗുണ്ടാശ കാണിക്കോടാ. നീ ആരാ പറയാൻ? നീ പോലീസിനെ വിളിക്കോ? വിളിക്കണ്ട. ഞാൻ ആരാ കഴിയാടാ? നീ ആരാടാ? ഞാനോ? ഞാൻ ഗുണ്ടയാടാ എടുത്തേ. നീ ആരാ? എനിക്കടാ. ഇതെന്താ 2020 കണ്ടോ? ഈ വർഷത്തെ 10 വർഷം മുമ്പുള്ള ഇറങ്ങിപ്പോടാ. 1920 ജീവിച്ച ഞാൻ 2020 കലണ്ടറോ? എന്തോ ഇവിടെ നടക്കുന്നു? ആ, നമ്മുടെ സുല്ലമ്മാവൻ അപ്പുറത്തുണ്ടല്ലോ, അമ്മാവനോട് ചോദിക്കാം. സുല്ലമ്മാവോ? സുല്ലമ്മാവൻ സുല്ലമ്മാവൻ ഞാളുടെ കാര്യം പറയുന്നു. എന്റെ സുല്ലമ്മാവൻ, നീയൊക്കെയാണ് ഇവിടെ കയറി താമസിക്കാൻ? ശരിയാണ്, മനുഷ്യൻ മെനക്കെടുത്ത എങ്ങോട്ടെങ്കിലും പോകും. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ താമസിച്ച ആൾക്കാരൊക്കെ എവിടെ പോയി? ഞാനിത് എവിടെ ആയിരുന്നു? സ്വപ്നമായിരുന്നു. ഇതെന്താടാ? ആ പിന്നെ എന്താടാ അവിടെ? ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നു. ആ പറ. അതായത് പിന്നെ നമ്മളെ ഈ പിടിച്ചുപറിയും പോക്കറ്റ് ഇടിയായിട്ടൊന്നും നടന്നിട്ട് കാര്യമില്ലാണ്. നമുക്ക് നല്ലൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു പെങ്കൊച്ചിനെ ഒരുത്തെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചവനാണെങ്കിൽ ഈ പെങ്കൊച്ചിൻ്റെ തന്തെങ്ങ് തല്ലി വെച്ചാൽ നല്ലതായിട്ട് തല്ലി. അപ്പോൾ ഇവനങ്ങനെ നാണക്കേട്, ഇവന് ഭയങ്കര ഗുണ്ടയാണ്. അപ്പോൾ അവനൊരു നാണക്കേട്. അവൻ നമുക്ക് കൊട്ടേഷൻ ഇങ്ങനെ തന്ന് ഇയാളെ അങ്ങ് തട്ടിക്കളയും. ഒരു 10-20 ലക്ഷം രൂപ കിട്ടും. നമുക്കതുപോലെ 20 ലക്ഷം രൂപ കൊണ്ട് ഓക്കെ അല്ലേ? എന്താ ഉദയൻചേട്ടൻ്റെ അഭിപ്രായം എന്തുവാ? എപ്പോൾ തട്ടിയെന്ന് ചോദിച്ചാൽ മതിടാ. ശരിയാ. എന്തായാലും നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യാം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാം. എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യും. ഇന്നലെ രാത്രി പരിപാടി കഴിഞ്ഞല്ലേ, ഒന്ന് റെസ്റ്റ് ചെയ്യും. അന്ന് കുളിച്ചിട്ടൊക്കെ വരാം. എന്നാ ശരിയെന്നു. എന്തായാലും അവൻ വരുമ്പോൾ ദിവസം സമയം പിടിക്കും. നല്ല കാറ്റുണ്ട്, ഒന്ന് മയങ്ങിയേക്കാം. ഞാനിത് എവിടെ ആയിരുന്നു? സ്വപ്നമായിരുന്നു. ചേട്ടാ ആ നല്ല ആളാ. എന്നെ ഒരുങ്ങാൻ പറയാൻ വിട്ടിട്ട് ഇവിടെ ഇരിക്കുവാണ് അല്ലേ? ഇരിക്കണ മോനെ, ഒരു കാര്യം പറയട്ടെ. എന്താ കാര്യം പറ. 100 കൊല്ലം മുമ്പ് ജീവിച്ചാലും നിനക്ക് ഓർമ്മയുണ്ടോ? 100 കൊല്ലം മുമ്പ് എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഞാൻ എന്തിനാ അതൊക്കെ ഓർക്കുന്നു? എൻ്റെ വീട്ടിലെ ആരെങ്കിലും ഓർമ്മയുണ്ട്? വീട്ടില് എൻ്റെ നമ്മുടെ പൂർവീകരമല്ലോ അല്ലേ, 2-3 പേരൊക്കെ ഞങ്ങൾക്കറിയാം. അതിനും മണ്ടക്കോട്ടൊന്നും നമുക്കറിയത്തില്ല. നമ്മളിതൊക്കെ ഇത് എൻ്റെ ഉദയൻ ചേട്ടൻ എന്തെന്ന് പറയുന്നേ? എന്നാ പറ്റി നിങ്ങൾക്ക്? ഞാൻ പോകുന്നിടം വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കാണാതെ നല്ലതാ. അതിനെന്താ? നമുക്ക് ഈ പരിപാടിയൊക്കെ നിർത്താം. എന്താ വർത്താനം ഉദയൻ ചേട്ടൻ പറയുന്നേ? നിങ്ങൾക്കൊരു മോളില്ലേ? ഉണ്ടല്ലോ. എത്ര കൊല്ലം കഴിഞ്ഞ അവളുണ്ടായത്? അവളൊരു 5 വർഷം കഴിഞ്ഞല്ലേ. 5 വർഷമായാലും എന്താ ഇപ്പം എന്താ ഇതൊക്കെ പറയുന്നത്? അവളെ ആരെങ്കിലും പീഡിപ്പിച്ചാൽ നീ എന്തോ ചെയ്യും? അവളെ ആരെങ്കിലും പീഡിപ്പിച്ച അവനെ ഞാൻ തല്ലും, അല്ലെ കൊല്ലും. ഇതന്നെയല്ലേ ആ തന്തയും പറഞ്ഞത്? എന്നിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാ, പറയുന്നത് ശരിയാ. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഉദയൻ ചേട്ടാ? ഞാനിപ്പോൾ ഉദയൻ ചേട്ടൻ പറയുമ്പോഴിങ്ങനെ ആലോചിക്കുന്നത്, എൻ്റെ മോളെ ആയിരുന്നു ഉറപ്പാണ് ഞാൻ അവനെ കൊന്നിട്ടേ ഞാൻ മാറത്തുള്ളൂ. നിർത്താണോ ഇത്? ശരിയല്ല, നിർത്താം. ഉദയൻ ചേട്ടൻ പറയുന്നത് നമ്മൾ നിർത്താമെന്നല്ലേ? നിർത്താണോ? ശരിയാ. എന്തായാലും ഇപ്പോൾ 2023 ഈ വർഷം തീരാൻ പോവാ. അപ്പോൾ അടുത്ത വർഷം തൊട്ട് നമുക്ക് പുതിയൊരു രീതിയിൽ പുതിയതായിട്ട് നമുക്ക് കാണാൻ വയലല്ലേ ഇവിടെ കിടക്കുന്നത്, നമുക്കത് കൃഷി ചെയ്ത് വല്ലതും ജീവിക്കാം. അവിടെ ജോലി ജീവിക്കാതെ നല്ലത്. നമ്മൾ ഉദയൻ ചേട്ടൻ പറഞ്ഞ പോലെ ഈ കൊട്ടേഷൻ നമ്മൾ നല്ലതായിട്ട് ജോലി ചെയ്ത് തന്നെ ജീവിക്കുന്നു. ഈ കൊട്ടേഷൻ ഈ 2023 നിർത്തുന്നു. ഓക്കെ.